മുരുകൻ നമ്മുടെ അയ്യപ്പനാണ് അവിടുത്തെ ആ വിധത്തിലാണ് അവർ മുരുകനെ കാണുന്നത്. നമുക്കിവിടെ അയ്യപ്പനെ തൊട്ടപ്പോൾ അതൊരു വലിയ ഒരു പ്രതിഫലനം ഉണ്ടാക്കി രാഷ്ട്രീയ റിസൾട്ട്. ഇപ്പോൾ കീറിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോരുത്തർ. തമിഴ് രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അവിടെ ഒരു തലൈവറയാണ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ തലൈവി. അല്ലാത്ത ഈ ഡൂക്ലികളൊന്നും അവരെടുക്കില്ല. നമ്മുടെ ഇവിടെ ഹിന്ദുത്വം പിന്നെ CPM അറിയാതെ ചിലപ്പം കാവ്യ അണിയുന്ന പോലെ അവിടെയും DMKയും ചില സമയങ്ങളിൽ അറിയാതെ കാവ്യ അണിയുന്നുണ്ട്. നമ്മുടെ പല മുഖ്യമന്ത്രിമാരും കണ്ടുപിടിക്കേണ്ട ഒരാളാണ് സ്റ്റാലിൻ. അതെ, വളരെ മാന്യമായി ജനങ്ങളോട് പെരുമാറും. പക്ഷേ എതിരാളികളെ അദ്ദേഹം വളരെ സൗമ്യമായി തന്നെ കറക്കി അടിച്ചു. ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ കൂടി കുറേ എണ്ണം വിജയ്ക്ക് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ DMKയുടെ ഭാഗ്യമാണത്. ADMK BJP മുന്നണിയിലേക്ക് കിട്ടേണ്ട കുറേ വോട്ടുകൾ ഇപ്പുറത്തേക്ക് പോവില്ലേ എന്നുള്ളതാണ്. അതെ, അവിടെയാണ് സ്റ്റാലിൻ ചിരിക്കുന്നത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിലവിൽ മേൽക്കൈ ആർക്ക്? അവിടെ ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. യഥാർത്ഥത്തിൽ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് തമിഴ്നാട് രാഷ്ട്രീയം. DMK ഭരണസഖ്യം, അവർക്കൊപ്പം ചേർന്നിരിക്കുകയാണ് വിജയകാന്തിൻ്റെ പാർട്ടി. ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് അതാണ്. മറുവശത്ത് AIADMKയും BJPയും തമ്മിലുള്ള സഖ്യം ശക്തമായി മുന്നോട്ട് പോകുന്നു. എന്നാൽ അണ്ണാമലൈ ഇല്ലാത്ത BJP എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും? ഇതിനൊപ്പം ഇക്കുറി നമുക്ക് വലിയൊരു ശക്തിയെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. നടൻ വിജയിയുടെ പാർട്ടി TVK എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും? TVK പിടിക്കുന്നത് ആരുടെ വോട്ടായിരിക്കും? എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു നേതാവിനും ഇപ്പോൾ സമാധാനമില്ല. എല്ലാവരും ടെൻഷനിലാണ്. പരിശോധിക്കാം നമുക്ക്. നമ്മോടൊപ്പം ചേരിക്കാൻ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഏറ്റവും ഒടുവിലത്തെ ഡെവലപ്മെൻറ്റ്, വിജയ്കാന്തിൻ്റെ പാർട്ടി DMKയ്ക്കൊപ്പം ചേർന്നിരിക്കുകയാണ്. സ്റ്റാലിൻ തൻ്റെ ബേസ് കൂടുതൽ വിപുലപ്പെടുത്താനുള്ള ആഗ്രഹത്തിൽ തന്നെ ആയിരുന്നിരിക്കണം എന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം DMKയിൽ നിന്നും സ്റ്റാലിനിൽ നിന്നും തുടങ്ങാം ഇന്നത്തെ ചർച്ച. തീർച്ചയായിട്ടും DMK അല്പം ഭയത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ ബോധ്യപ്പെടുത്തുന്നത്. DMKയുടെ കാലിടർന്നോ എന്ന് സംശയിക്കുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. DMK കക്ഷിക്ക് അവരുടെ മുന്നണിയിൽ കൂടുതൽ ആൾക്കാരെ ചേർക്കണമെന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ നമ്മുടെ വിജയുടെ DMDK കക്ഷിയെ കൂട്ടച്ചേർക്കാനുള്ള ഒരു തീരുമാനം. വിജയകാന്തിൻ്റെ DMDK ചേർക്കാനുള്ള തീരുമാനം. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത്, വിജയകാന്ത് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ആ പാർട്ടി അല്പം പേരൊക്കെ ഉണ്ടാക്കി വന്നതാണ്. 2005 രൂപീകരിക്കുന്നത്. 2006 ഇലക്ഷനിൽ നിന്നും നല്ല വോട്ട് പെർസെൻറ്റേജ് പിടിച്ചു. 234 സീറ്റിലും അദ്ദേഹം കയറി നിന്ന് മത്സരിച്ചു. 25 സീറ്റുകൾ നേടുകയും ചെയ്തു. അതിനുശേഷം 2011 അദ്ദേഹം AIADMKയുമായിട്ട് ജയലളിതയുമായി കൂട്ടുകൂടിക്കൊണ്ട് രണ്ടാമത് മത്സരിച്ചു. 29 സീറ്റ് നേടി അവിടുത്തെ പ്രതിപക്ഷ നേതാവായി. അത് കഴിഞ്ഞ് അദ്ദേഹം ഇടയ്ക്ക് ജയലളിതയുമായിട്ട് പിണങ്ങി. അങ്ങനെ 2016 മുതൽ അദ്ദേഹം ഒരു ഒറ്റയാനായിട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് NDAയുമായി ചേർന്നു. 2014 അദ്ദേഹം, അതായത് ഈ 2011 ശേഷം 2 വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും ജയലളിതയായിട്ട് തെറ്റി. 2014 NDAയുമായിട്ട് മത്സരിച്ചു. 0 സീറ്റാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് പിന്നീട് നടത്തിയ മത്സരങ്ങളിലെല്ലാം അദ്ദേഹത്തിന് 0 സീറ്റായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹത്തിന് ഒരിക്കലും വിജയിച്ച് കയറാൻ കഴിഞ്ഞില്ല. ആദ്യത്തെ ഇലക്ഷനിൽ മുതൽ അദ്ദേഹം നല്ല വോട്ട് പിടിച്ചിരുന്നു. 2011 അദ്ദേഹത്തിന് ഏതാണ്ട് 12% വോട്ട് കിട്ടുകയുണ്ടായി. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ വോട്ട് 2021 അദ്ദേഹം ഇതുപോലെ മത്സരിച്ചു. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 0.48% ആണ്. അത്രയും DMK താഴേക്ക് പോയി. 0.5% പോലുമില്ല. 0.5%. അദ്ദേഹം അന്തരിച്ചു. 23 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹം വലിയ ആളായിരുന്നു. ക്യാപ്റ്റൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ പേരാണ്. അങ്ങനെയാണ് ആ പേര് അദ്ദേഹത്തിന് കിട്ടിയത്. ക്യാപ്റ്റനായി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളിലും അദ്ദേഹം ആ ഒരു നേതൃപാടവം കാണിച്ചിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ. 2023 അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ പാർട്ടി വെറും 0 ആയിപ്പോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു പാർട്ടിയെ അതാണ് നമ്മുടെ ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് ജാനുവിനെ എടുത്തില്ലേ, ജാനുവിൻ്റെ പാർട്ടി. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. പക്ഷേ ചോദിച്ചാൽ
പിന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെയോ അല്ലെങ്കിൽ ട്രൈബൽസിൻ്റെയൊക്കെ ആ ഒരു സപ്പോർട്ട് കൂടി ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയാൻ കഴിയുന്ന വിധത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മോഡി, ഓക്കെ. അത്രയേ ഉള്ളൂ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ 159 സീറ്റാണ് സ്റ്റാലിൻ്റെ സഖ്യം നേടിയത്. സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ സ്റ്റാലിൻ ഒറ്റയ്ക്ക് 133, DMK അതെ നേടിയത്. DMK 133, അതിൽ കോൺഗ്രസിന് 18, അതെ, PMKക്ക് 5, അങ്ങനെ അവർ 159 സീറ്റാണ് നേടിയത്. ഇപ്പോൾ ഞാൻ പറയാൻ വന്നത് കോൺഗ്രസുമായി അവരുടെ ബന്ധത്തിൽ വിള്ളൽ വീണോ എന്ന് സംശയം തോന്നുകയാണ്. നേതാക്കൾ പരസ്യമായി പറയുന്നില്ല എങ്കിലും അവിടെ നിന്നുള്ള രഹസ്യ റിപ്പോർട്ടുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. DMKയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധത്തിൽ ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നു. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടാണ് തർക്കം വരുന്നതെന്നാണ് കേൾക്കുന്നത്. അതായത് അടുത്ത ഭരണത്തിലെങ്കിലും തങ്ങൾക്ക് മന്ത്രിമാരെ കിട്ടണം, മന്ത്രിസഭയിൽ ഭരണത്തിൽ ഞങ്ങൾക്ക് കൈയാളാൻ പറ്റണം എന്നുള്ളതാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഓക്കെ. കോൺഗ്രസ്സിന് തമിഴ്നാട്ടിൽ പവർ ഇല്ലാത്ത കുറേ നാളായിട്ട് പോവുകയാണ്. 2006 DMKക്ക് കേവല ഭൂരിപക്ഷം ഇല്ലായിരുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് സപ്പോർട്ട് കൊടുത്തു. പക്ഷേ അന്ന് അവർ മണ്ടത്തരം കാണിച്ചു, ക്യാബിനറ്റിൽ ഞങ്ങൾക്ക് സ്ഥാനം വേണമെന്ന് പറഞ്ഞില്ല. അതിൻ്റെ ഫലമായിട്ട് അവർക്ക് ആ പദവി കിട്ടാതെ വരികയും ഇന്ന് വരെ പിന്നെ DMK അത് കൊടുത്തിട്ടില്ല. DMKക്ക് എപ്പോഴും ഇപ്പം 133 സീറ്റ് ഉള്ളപ്പോൾ പിന്നെ അവർ വേറെ ആരെയും കുറിച്ച് ചിന്തിക്കണ്ടല്ലോ. 243 അംഗ 234 അംഗ നിയമസഭയിൽ 133 എന്ന് പറയുമ്പോൾ പിന്നെ അവർ കേവല ഭൂരിപക്ഷത്തിനും അപ്പുറമായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അവരാരെയും വകവച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കേവല ഭൂരിപക്ഷം അങ്ങനെ DMKക്ക് ഒറ്റയ്ക്ക് കിട്ടുമോ എന്ന് കോൺഗ്രസിനും ചെറിയ സംശയമുണ്ട്. ഓക്കെ. കാരണം ഭരണവിരുദ്ധ വികാരം അത്ര അധികമാണ്. അപ്പോൾ ഇപ്പോൾ കളിച്ചാൽ ഒരു പക്ഷേ DMK നമ്മുടെ കയ്യിൽ നിൽക്കും. ഓക്കെ. പിന്നെ വേറൊരു ചാൻസും ഉണ്ട്. വിജയ് DMK ഞാൻ കൂട്ടില്ല എന്ന് പറഞ്ഞു, BJPയെ കൂട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നെ അംഗീകരിക്കുന്ന വേറെ ഏത് ദേശീയ പാർട്ടിയും കൂട്ടാമെന്ന് പറഞ്ഞു. എന്നെ മുഖ്യമന്ത്രിയാവാൻ അംഗീകരിക്കുന്ന ഏത് ദേശീയ പാർട്ടി. അപ്പോൾ അവിടെ കോൺഗ്രസ്സിന് ഒരു സേ ഉണ്ട് എന്ന് തോന്നുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു ബാർഗെയിനിങ് പവർ കോൺഗ്രസ് നേതാക്കൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അത് പറയുന്നുണ്ട്. അപ്പുറത്ത് TVK നിപ്പുണ്ട്, മോശക്കാരല്ലവർ എന്ന് പറയുന്നുണ്ട്. സ്റ്റാലിനുമായി ചേരില്ല, BJPയുമായി ചേരില്ല എന്ന് വിജയ് വ്യക്തമാക്കി കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ കോൺഗ്രസുമായ ഒരു സാധ്യത അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ്സിന് ഇതുവരെയും ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിലയുറപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ അതിനുശേഷം 4.4% വോട്ടാണുള്ളത്. അതും DMK ഉള്ളതുകൊണ്ടാണ്. ഈ 18 സീറ്റിൽ DMKയുടെ കെയർ ഓഫിൽ നിന്ന് ജയിച്ചത് കൊണ്ടാണ് ഈ 4.4 തന്നെ ഉള്ളത്. ഓക്കെ. നമ്മുടെ നാട്ടിൽ അതുപോലും ഇല്ല. നമ്മുടെ ഇവിടെ CPMന്റെ മറവിൽ ചില പാർട്ടികളൊക്കെ ജയിക്കുന്ന പോലെ, ഇപ്പോൾ ജനതാദൾ എന്നൊക്കെ പറഞ്ഞ ചില പാർട്ടികൾ, അല്ലെങ്കിൽ RJD എന്ന പാർട്ടിയൊക്കെ ഇവിടെ കേരളത്തിൽ 1-2 MLA ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് നോക്കുമ്പം 2%, 2.5% വോട്ടുണ്ട്. അത് ഈ കെയർ ഓഫിലാണ് കിട്ടുന്നത്. അതുപോലെ കിട്ടിയതാണ് കോൺഗ്രസ്സിന് 4.18% വോട്ട് അവിടെ കിട്ടിയത്. അപ്പോൾ അത്തരത്തിലാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അത് ചുമ്മാതല്ല, കോൺഗ്രസിന് റെസ്പെക്ട് കിട്ടുന്നില്ല എന്ന് BJP അവിടെ ധൈര്യത്തോടെ പറയുന്നത്. നിങ്ങൾക്ക് യാതൊരു വിലയും സ്റ്റാലിനൊപ്പം നിൽക്കുമ്പോൾ ലഭിക്കുന്നില്ല തമിഴ്നാട്ടിൽ എന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. സ്റ്റാലിൻ സൗമ്യനാണ്, പക്ഷേ നല്ല ഒന്നാം തരം പണി കൊടുക്കും. അതിന് അദ്ദേഹം ഭയങ്കര മിടുക്കനാണ്. നല്ല ഭംഗിയായി സംസാരിക്കും. പൊതുജനങ്ങളോടും അത് തന്നെ വളരെ മാന്യമായിട്ട് സംസാരിക്കുകയുള്ളൂ. മുഖ്യമന്ത്രിയുടെ ജാടയൊന്നും കാണിക്കില്ല. നമ്മുടെ പല മുഖ്യമന്ത്രിമാരും കണ്ടുപിടിക്കേണ്ട ഒരാളാണ് സ്റ്റാലിൻ. അതെ, വളരെ മാന്യമായി ജനങ്ങളോട് പെരുമാറും. പക്ഷേ എതിരാളികളെ അദ്ദേഹം വളരെ സൗമ്യമായി തന്നെ കറക്കി അടിക്കും. അത് അദ്ദേഹത്തിൻ്റെ തന്ത്രത്തിൻ്റെ ഒരു പ്രധാനമാണ്. ഏറ്റവും വലിയ കഠിനാധ്വാനി എന്നാണ് അച്ഛൻ കലൈഞ്ചർ തന്നെ മോനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഈ മകൻ സ്റ്റാലിൻ ആദ്യ നാളുകളിൽ, അതായത് ചെറുപ്പത്തിൽ ഒട്ടേറെ കറക്കവും കളികളുമൊക്കെ തന്നെ ഉണ്ടായിരുന്നപ്പോഴാണ് ആദ്യമായി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. അന്നൊക്കെ കുരുത്തം കെട്ടവൻ എന്ന പേര് കേൾപ്പിച്ചിരുന്നു. അതെ, അന്നൊക്കെ അച്ഛന് പേരുദോഷം ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷമാണ് പക്ഷേ വലിയ രീതിയിൽ അദ്ദേഹത്തിന് മാറ്റമുണ്ടായി. പൊളിറ്റിക്കൽ ഗ്രോത്ത് അദ്ദേഹത്തിന് സംഭവിക്കുന്നു. ഒരു റെസ്പോൺസിബിൾ പൊളിറ്റീഷ്യനായി അദ്ദേഹം മാറുന്നു, പക്വത കൈവരിക്കുന്നു. അതെ, കരുണാനിധി തന്നെ അതിനായിട്ട് ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. ഈ കോഴിക്കുഞ്ഞുങ്ങളെ തള്ളക്കോഴി തട്ടി മാറ്റുന്ന പോലെ പലപ്പോഴും രാഷ്ട്രീയ തീച്ചുളയിലേക്ക് ഇദ്ദേഹത്തിന് തട്ടിയിട്ട് കൊടുക്കും. അത് എൻ്റെ പിന്തുണ നേടണ്ട, നീ തനിയെ പോയത് പിടിച്ചോണ്ട് പോവാ എന്ന് പറഞ്ഞ് വിടുന്ന ഒരു ശൈലി കരുണാനിധിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തീച്ചുളയിൽ വളർന്ന സ്റ്റാലിന് എല്ലാ കളിയും അറിയാം, എല്ലാ തന്ത്രവും അറിയാം. അതാണ് DMK പോലും അദ്ദേഹം BJPയെ പോലും വെല്ലുവിളിച്ച് DMK എന്ന പാർട്ടിയുടെ തലപ്പത്ത് ഇരിക്കാൻ കാര്യം. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, കരുണാനിധി എന്ന രാഷ്ട്രീയ നേതാവ്, ആ വടവൃക്ഷം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്നതുപോലെ അദ്ദേഹം അടുത്ത ലൈൻ ഓഫ് നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവന്നതുപോലെ
സ്റ്റാലിന് സാധിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാവുമോ? തീർച്ചയായിട്ടും സ്റ്റാലിൻ്റെ പിന്നിൽ വേറൊരു മോഹമുണ്ടല്ലോ. ഉദയനിധി സ്റ്റാലിനെ കൊണ്ടുവരും മുഖ്യമന്ത്രിയാക്കുക എന്ന മോഹമുണ്ട്. ഈ മോഹം നിൽക്കുമ്പോൾ പലപ്പോഴും അങ്ങനെ പറ്റില്ല. ഇപ്പം കരുണാകരൻ കേരളത്തിൽ വലിയ ആളായി നിന്നതല്ലേ. കരുണാകരൻ എപ്പോഴാണ് വീക്കായത്? മോനെയും മോളെയും ഉന്നതങ്ങളിലേക്ക് കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തി കുറഞ്ഞു. അത് സ്വാഭാവികമാണ്. അതുവരെ അദ്ദേഹത്തിന് കാർത്തികേയൻ പ്രിയപ്പെട്ടവനായിരുന്നു, രമേശ് ചെന്നിത്തല പ്രിയപ്പെട്ടവനായിരുന്നു. അങ്ങനെ അവരെല്ലാം പക്ഷേ അവസാനം തിരുത്തൽവാദികളായി അദ്ദേഹത്തിനെതിരായി വന്നു. അതാണ് പലരെയും അദ്ദേഹം വളർത്തി വിട്ടു. ഒരുപാട് പേരെ വളർത്തി വിട്ടു. അവരൊക്കെ പിന്നീട് ശരത്ചന്ദ്ര പ്രസാദ് മുതൽ നമ്മൾ വളർത്തി വിടാത്ത ആരുണ്ടെന്ന് ശിവകുമാർ. നമുക്ക് അങ്ങനെ കരുണാകരൻ കെ മുരളീധരനെ മാത്രമാണ് വളർത്താൻ ശ്രമിച്ചതെന്ന് പറയാൻ പറ്റില്ല. ഇല്ല, വളർത്താൻ ശ്രമിച്ചത് അദ്ദേഹത്തെ അവരെ മാത്രമല്ല. പക്ഷേ അതിനിടയ്ക്ക് മോനും മോക്കും ഇച്ചിരി അമിത പ്രാധാന്യം കൊടുക്കും. ഓക്കെ, അപ്പോൾ മറ്റുള്ളവർക്ക് പ്രശ്നം വരും. ഓക്കെ. ഇപ്പോൾ ഇതുപോലെയാണ് സ്റ്റാലിനും അവിടെ പറ്റിയിരിക്കുന്നത്. രണ്ടാം നിരയെ വളർത്തുന്നതിന് പകരം അദ്ദേഹം മകനെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. അതെ. അപ്പോൾ അത് ഒരുപാട് പേർക്ക് അസംതൃപ്തി കാണും. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ മറ്റ് സഖ്യകക്ഷികൾക്കിടയിലെ അതൃപ്തി പോലെ തന്നെ ജനങ്ങൾക്കിടയിലും ഭരണവിരുദ്ധ വികാരം ശക്തമായി നിൽക്കുന്നു എന്നാണ് സൂചന. വളരെ ശക്തമായി നിൽപ്പുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രതിപക്ഷമില്ല. അതാണ് പ്രതിപക്ഷത്തിന്റെ അനൈക്യമാണ് അവിടെ സ്റ്റാലിനും DMK-ക്കും ഇതുവരെ ഗുണം ചെയ്തത്. ഇപ്പോഴും സ്റ്റാലിൻ 200 സീറ്റ് പിടിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എനിക്കെതിരെ വരുന്ന വോട്ടുകൾ ഡിവൈഡ് ചെയ്യുമെന്ന് അദ്ദേഹം വിചാരിക്കുന്നു. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും മറുവശത്തേക്ക് നമ്മൾ പോകുമ്പോൾ AIADMK എത്രത്തോളം കരുത്തോടുകൂടി നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ജയലളിതയ്ക്ക് ശേഷം AIADMK-ക്ക് സംഭവിച്ചത് ഒരു ശൈഥില്യമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. എങ്കിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അവർ കുറേയേറെ വോട്ടുകൾ നേടിയിട്ടുണ്ട്. ഈ സീറ്റുകളുടെ വ്യത്യാസത്തിനേക്കാൾ നമ്മൾ നോക്കുമ്പോൾ വോട്ട് പെർസെൻറ്റേജിൽ നോക്കുമ്പോൾ വളരെ ചെറിയ വ്യത്യാസമാണുള്ളത്. അല്ല, ചെറിയ വ്യത്യാസം എന്ന് പറയാൻ പറ്റില്ല. ഈ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം 1%, 2%-ൽ ഉണ്ടാകുന്ന സ്വിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. ഇപ്പോൾ 234 അംഗ നിയമസഭയിലേക്ക് മത്സരിക്കുമ്പം 2% വോട്ട് കൊണ്ട് ചിലപ്പോൾ ഒരു പാർട്ടി 175 സീറ്റ് 180 സീറ്റ് വരെയൊക്കെ പിടിച്ചോളാം. അതാണ് ഇപ്പോൾ 37% വോട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്റ്റാലിൻ്റെ പാർട്ടിക്ക് കിട്ടിയത്. എന്നാൽ AIADMK-ക്ക് 33.29 കിട്ടി. അപ്പോൾ 33 നമുക്ക് കൂട്ടാം, അല്ലെങ്കിൽ 33.25. അതെ, അത് വെച്ചിട്ട് 37 അല്ലെങ്കിൽ അവർക്ക് 38 എന്ന് വയ്ക്കാം. 37.77 ഉണ്ട്, അത് 38 ആക്കാം. സൗകര്യത്തിന് നോക്കുമ്പോൾ ഒരു 5% വ്യത്യാസമാണ്. അതെ. പക്ഷേ 5% വ്യത്യാസത്തിന് 66 ആദ്യം അവർക്ക് കിട്ടിയത്. 66 സീറ്റാണ് AIADMK കിട്ടിയത്. അതെ. BJP-ക്ക് 4. അങ്ങനെ 70 സീറ്റെന്ന് കൂട്ടാം. ബാക്കി അധികവും പിന്നെ 1-2 സീറ്റുകളൊക്കെ ചില ജാതി പാർട്ടികൾ കിട്ടിയുള്ളൂ. അപ്പോൾ 70 എവിടെ കിടക്കുന്നു, 159 എവിടെ കിടക്കുന്നു. അതെ. അപ്പോൾ അത്രയും വ്യത്യാസം വന്നു. ആ വ്യത്യാസം വന്നു. വെറും 5%. ഈ 5% തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ക്രൂഷ്യലായിരിക്കും. തീർച്ചയായിട്ടും. ഈ 5%-നായിരിക്കും അവിടെ അടി. ആ 5% എങ്ങനെ പിടിക്കുന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക് കൂട്ടൽ. അന്നത്തെ 33% എന്ന് പറയുന്നതിൽ BJP-യുടെ 2.26 അങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ BJP-യുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് 11%-ആണ്. എബോവ് 11 ആണ്. നിയർലി 12. ആ 12% വോട്ട് കൂടെ ചേരുമ്പോൾ, രണ്ടും കൂടെ ചേരുമ്പോൾ പൊളിറ്റിക്സിൽ എപ്പോഴും 2+2 4 ആവില്ല. എങ്കിൽ പോലും ഇത് DMK-യുമായിട്ട് കിടപിടിക്കാൻ തക്ക ഒരു വോട്ടിന് അടുത്തേക്ക് എത്താം. 33-ഉം ഇതിലൊരു 5% കൂട്ടിയാൽ 38ആയി. രണ്ടും കൂടെ 38 വേണേലും വന്ന് നിൽക്കാവുന്ന ഒരു സ്റ്റേജിൽ എത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ. അവിടെ പക്ഷേ ഞാൻ എന്ത് ചോദിച്ചോട്ടെ, AIADMK ഇപ്പോഴത്തെ ലീഡർഷിപ്പിൽ എത്രത്തോളം സ്ട്രോങ് ആണ് എന്ന് ഞാൻ ചോദിക്കുകയാണ്. AIADMK വളരെ വീക്കാണ്. കാരണം തമിഴ് രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് അവിടെ ഒരു തലൈവറയാണ് അവർക്ക് വേണ്ടത്, അല്ലെങ്കിൽ തലൈവി. അല്ലാത്ത ഈ ഡൂക്ലികളൊന്നും അവരെടുക്കില്ല. അവർക്കെപ്പോഴും ഒരു സിംഗമായിരിക്കണം നമ്മുടെ നേതാവ്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ഈ എടപ്പാടി പളനിസ്വാമി അത്ര നമ്മൾ മോശമായി കരുതേണ്ട ആളാണോ? അദ്ദേഹം മോശമല്ല, തന്ത്രത്തിൽ മോശമല്ല, ഭരണത്തിൽ മോശമല്ല, അപ്പിയറൻസിലും കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു രണ്ടാം നിര ലീഡറുടെ സ്ഥാനമാണ് ജയലളിത കൊടുത്തിരുന്നത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് ഉയർന്നു പോകാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിന്നുള്ളതാണ്. താൻ ഒരു സിംഗമാണ് എന്ന് താനൊരു വീരപ്പാണ്ഡ്യ കട്ടബൊമ്പനാണെന്ന് തെളിയിക്കാൻ ഇതുവരെ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അത് ആവശ്യമാണ്. കാരണം കാമരാജാണെങ്കിൽ ഒരു വലിയ ശക്തിയായിരുന്നു കോൺഗ്രസിൻ്റെ. അതുവരെയാണ് 67 വരെ അദ്ദേഹത്തിന് പിടിച്ചിരിക്കാൻ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് അണ്ണാ വന്നു. അണ്ണാദുരൈ വലിയൊരു ശക്തിയായിട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തെ മാറ്റിമറിച്ചു കളഞ്ഞു. ദേശീയ പൊളിറ്റിക്സ് ഇങ്ങോട്ട് വേണ്ട. ഇതിൻ്റെ പടിക്കകത്ത് ദേശീയ പൊളിറ്റിക്സ് വേണ്ട. ഞങ്ങൾക്കിവിടെ
തമിഴ് ദേശീയത, അതായത് ദ്രാവിഡ ദേശീയത മതി, ഞങ്ങളുടെ അഭിമാനം, ഞങ്ങളുടെ ഐക്യം, ഇതൊക്കെയാണ് അത് സാധാരണക്കാരൻ്റെ, അത് ബ്രാഹ്മിൺ വിരുദ്ധവുമായിരുന്നു. ബാക്കി ജാതികൾക്ക്, കീഴ്ജാതികൾക്ക് വേണ്ടിയിട്ട് ബ്രാഹ്മിൺ വിരുദ്ധതയും 2% എങ്ങാണ്ടേ ഉള്ളൂ ബ്രാഹ്മിൻ. അപ്പോൾ അവർക്കെതിരായിട്ട് നിന്നുകൊണ്ട് വലിയൊരു ശക്തിയായിട്ടാണ് അണ്ണാദുരൈ ഇതിനെ കൊണ്ടുവന്നത്. അതൊരു രാഷ്ട്രീയ മൂവ്മെന്റിനൊപ്പം ഒരു കൾച്ചറൽ മൂവ്മെന്റ് കൂടിയാക്കാൻ കൾച്ചറൽ മൂവ്മെന്റ് ആയിരുന്നു. കറക്റ്റാണത്. അതായത് ദ്രാവിഡ സംസ്കാരം അതെന്നും ഇന്ത്യയിൽ വേറിട്ടുന്നൊരു സംസ്കാരമാണ്. ഈ മഹാഭാരതത്തിൽ പറയും രാവണനും രാമനും പറയില്ലേ, അത് തെക്കും വടക്കുമുള്ള പോരാണെന്നൊക്കെ പലരും പറയാറുണ്ട്. കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരും ആര്യന്മാരും ഇപ്പുറത്തുള്ളവർ ദ്രാവിഡിയൻസും രാക്ഷസന്മാരെ ഒക്കെ ആയിട്ട് ചിത്രീകരിച്ചുകൊണ്ടൊക്കെ വന്നതാണെന്ന് വരെ പറയുന്ന കഥകൾ പലതുണ്ട്. അപ്പോൾ അതുപോലെ ഈ ചില ദ്രവീഡിയൻ ഇൻസ്റ്റിങ്ക്റ്റുകൾ അതങ്ങനെ ഉയർത്തിക്കൊണ്ടുവരിക, ഈ ഇവർക്കെതിരെ, അത് വെളുത്തവന്മാർക്കെതിരെ എന്നൊക്കെ പറഞ്ഞ് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ശൈലി അവിടെ ഉണ്ടായിരുന്നു. എപ്പോഴും കറുത്ത വർഗ്ഗക്കാർക്ക് ഒരു ആഭിമുഖ്യം അവിടെ കൂടുതലായിരുന്നു. കറുപ്പിന് ഏഴഴക്, കറുപ്പാണ് ഏറ്റവും വലുത് എന്ന് പറയുന്ന പേരുകൾ തന്നെ, കറുപ്പയ്യ മൂപ്പനാർ, അതിനൊക്കെ ഒരു പ്രത്യേകത അവർ കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു ചിന്താഗതി ദ്രാവിഡിയൻ കൾച്ചറുമായി ബന്ധപ്പെടുത്തി അവരിങ്ങനെ കൊണ്ടുവന്നു. അത് തന്നെയാണ് കരുണാനിധിയും താലോലിച്ചു വന്നത്. അണ്ണ വളർത്തി കൊണ്ടുവന്നതാണല്ലോ എം ജി ആറും ഏകദേശം അതിൽ നിന്ന് പൊട്ടി വിടർന്നതാണ്. DMK-യിൽ നിന്ന് പൊട്ടി വിടർന്നതാണ് MGRന്റെ പാർട്ടി. അപ്പോൾ അതും ഏകദേശം അതുപോലെയൊക്കെയാണ്. പക്ഷേ MGR ഈ കൺവേർഷനൊക്കെ എതിരായിരുന്നു കേട്ടോ. പിന്നെ ഹിന്ദുവിൽ നിന്ന് കൺവേർട്ട് ചെയ്യപ്പെടുന്നതിനും ആൻറ്റി കൺവേർഷൻ ലോ വേണമെന്നൊക്കെ വാദിച്ച ഒരാളാണ് MGR. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ MGRും വലിയൊരു ഫിഗറാണ്, സിനിമാ നടൻ, വലിയ ഫിഗർ. അത് കഴിഞ്ഞ് പിന്നെ വന്നതാരാ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാനകി രാമേന്ദ്രൻ വരാൻ നോക്കിയിട്ട് പറ്റിയില്ല. ഭർത്താവിൻ്റെ നിഴലിൽ അവിടെ ഒരു വിലയും കൊടുത്തില്ല. ഞാൻ പറഞ്ഞില്ല, അവർക്കൊന്ന് ഈ പുരച്ചി തലവനായിരിക്കണം, അല്ലെങ്കിൽ തലവിയായിരിക്കണം. അപ്പോൾ തലവിയായിട്ട് അവർ സിനിമയെ കണ്ടിട്ടുള്ളത് 100-200 സിനിമയിൽ കണ്ടിട്ടുള്ളത് മുഴുവൻ ജയലളിതയാണ്. 150 സിനിമയിൽ. പൊളിറ്റിക്സിലും ജയലളിത അസാമാന്യ ഫൈറ്ററായിരുന്നു, ഉഗ്രൻ ഫൈറ്ററായിരുന്നു. കാരണം 82-ൽ MGR മുഖ്യമന്ത്രി ആയപ്പോൾ മുതൽ തലവി അവരുടെ കൂടെ കൂടി. അങ്ങനെ അതിനനുസരിച്ച് ഇവരെ ആദ്യം രാജ്യസഭയിൽ MP ആക്കി, പിന്നെ തൻ്റെ പാർട്ടിയുടെ പ്രചരണ വിഭാഗം സെക്രട്ടറി ആക്കി. അങ്ങനെ പൊളിറ്റിക്സ് അവിടെ നിന്ന് പഠിച്ചു. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനും സാധിച്ചു. തീർച്ചയായിട്ടും. പിന്നെ നല്ല ഒന്നാന്തര ഇംഗ്ലീഷ്, തമിഴും. അതെ, തമിഴും ഇംഗ്ലീഷും ഒരുപോലെ ഭംഗിയായിട്ട് സംസാരിക്കും. പിന്നെ സൗന്ദര്യമുണ്ട്, എളുപ്പമാണ്, എല്ലാം കൂടെ ആയി. സിനിമാ താരത്തിൻ്റെ ആ ഗ്ലാമറും എല്ലാം കൂടെ ആയപ്പം തലവിയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു കമാൻഡിങ് പവർ എന്നും കാത്തു സൂക്ഷിച്ചിരുന്നു. അതോടെ അവർ ഔട്ടായി. ജാനകി അവരുടെ കൂടെ നിന്നവരും ഔട്ടായി. അപ്പോൾ പിന്നെ തലവിയുടെ ലോകമായിരുന്നു. അപ്പോൾ പിന്നെ കരുണാനിധി ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രാവശ്യമൊക്കെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. 98-ൽ ജയലളിത ദേശീയ നേതൃത്വമായിട്ട് ഒത്തുചേർന്ന് അടൽ ബിഹാരി വാജ്പേയിയുമായിട്ടൊക്കെ ഒത്തുചേർന്ന് നിൽക്കാൻ നോക്കി. അടുക്കം 13 മാസം കഴിഞ്ഞപ്പോൾ ആ മന്ത്രിസഭയെ തള്ളിയിട്ടു. അപ്പോൾ DMK പിന്നെ അവരുടെ കൂടെ കൂടി. ഇങ്ങനെ ദേശീയ പൊളിറ്റിക്സുമായിട്ട് ഇടയ്ക്കൊക്കെ പിന്നീട് അവർ ബന്ധപ്പെട്ടെങ്കിലും അതിന് ശേഷം അതിൽ നിന്ന് അകന്നാണ് അവർ നിന്നത്. പ്രത്യേകിച്ച് ഈ പിന്നെ ഇന്ത്യ അതിനു മുമ്പ് NIA വന്നപ്പോൾ, അവരുടെ നാഷണൽ അലയൻസ് വന്നപ്പോൾ അവരോടൊപ്പം നിന്നാണ് DMK ഫൈറ്റ് ചെയ്തത്. അപ്പോൾ ആ പീരീഡിൽ അവർക്ക് ദേശീയതയുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളില്ലായിരുന്നു. കാരണം കോൺഗ്രസ് അവിടെ രണ്ടാമനായിട്ട് നിൽക്കുകയും DMK ഒന്നാമതായിട്ട് നിൽക്കുകയും ADMK ആയിട്ട് ഒത്തു നിൽക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തൊക്കെ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് പിന്നീട് ഇപ്പോൾ പ്രശ്നം വന്നത് മോദി ഗവൺമെൻറ് വന്നപ്പോൾ മുതലാണ്. 2014-ൽ നരേന്ദ്രമോദി വന്നപ്പോൾ മുതലാണ് തമിഴ്നാടിനെ പിടിച്ചടക്കണം എന്നുള്ള ഒരു ആശയവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് വന്നത്. അന്ന് മുതലാണ് ദേശീയത വീണ്ടും കയറി അവിടെ മേൽക്കൈ സ്ഥാപിക്കാൻ തുടങ്ങിയത്. ആ ഫൈറ്റ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മാറ്റങ്ങളാണ് ഈ 2026-ൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയേണ്ടത്. ഒരു വിഷയം ഞാൻ ഇതിനിടയിലൊന്ന് ചോദിച്ചോട്ടെ. അപ്പോൾ ഇത് ഭക്തിയുമായി ബന്ധപ്പെട്ടുള്ളൊരു റിലേറ്റ് ചെയ്ത് നിൽക്കുന്നൊരു വിഷയമാണ്. തിരുപ്പുറക്കുണ്ട്രം വിഷയം സ്റ്റാലിന് ഒരു തലവേദനയായി മാറുമോ ഈ തിരഞ്ഞെടുപ്പിൽ? അവിടെ തിരിതെളിയിക്കാൻ അനുവദിക്കാതിരുന്നതും കോടതിയുടെ അനുമതി ഉണ്ടായിട്ട് പോലും തടസ്സമായി നിന്നതും ഒക്കെ തന്നെ അത് വലിയൊരു ഫാക്ടറായിട്ട് മാറും. കാരണം ആ പ്രദേശത്തെ 10 സീറ്റുകളിൽ 8 എണ്ണമെങ്കിലും മിനിമം BJPക്ക് കിട്ടുമെന്നാണ്. 10-ൽ 8 സീറ്റും BJP തൂത്തുവാരുമെന്നാണ് പറയുന്നത്. 10 സീറ്റിലും ഇമ്പാക്റ്റ് ഉണ്ടാകാം. പക്ഷേ 10-ൽ 2 സീറ്റിൽ മുസ്ലിം ഡോമിനൻസും മറ്റു കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ 8 സീറ്റിലും BJPക്ക് മേൽക്കോയ്മ കിട്ടും അവിടെ എന്നുള്ളതാണ്. ആ പ്രദേശത്ത് മാത്രം. കാരണം മുരുകൻ അവർക്ക് വലിയൊരു മുരുകൻ നമ്മുടെ അയ്യപ്പനാണ്.
അവിടുത്തെ അവിടുത്തെ ആ വിധത്തിലാണ് അവർ മുരുകനെ കാണുന്നത്. നമുക്കിവിടെ അയ്യപ്പനെ തൊട്ടപ്പോൾ അതൊരു വലിയ ഒരു പ്രതിഫലനം ഉണ്ടാക്കി രാഷ്ട്രീയ റിസൾട്ടിൽ. ഇപ്പം കീറിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോരുത്തർ. അപ്പോൾ അതുപോലെയാണ് തമിഴ്നാട്ടിൽ മുരുകനെ തൊട്ടാൽ ആ ഒരു പ്രശ്നം വലിയ തോതിൽ വരുന്നത്. പക്ഷേ അതിന് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇപ്പോൾ അവർ 5000 ക്ഷേത്രങ്ങളിൽ ഏതാണ്ടൊക്കെ പ്രത്യേക പദവിയെ കൊടുക്കുക, ഏതാണ്ടൊക്കെ സഹായങ്ങൾ ചെയ്യാനൊക്കെ സ്റ്റാലിൻ ഗവൺമെൻറ് തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. കാരണം DMK പറഞ്ഞത് ക്ഷേത്രങ്ങൾ അടിച്ചുടയ്ക്കണം എന്നാണ്. ക്ഷേത്രങ്ങൾ പൊളിച്ചു കളയണമെങ്കിലേ ദ്രാവിഡ സംസ്കാരത്തിന് അഭിവൃദ്ധി ഉണ്ടാകൂ എന്ന് പറഞ്ഞ DMK ഇപ്പോൾ ക്ഷേത്രങ്ങൾക്ക് പല ആനുകൂല്യങ്ങളും ചെയ്തു തുടങ്ങി. 5000-ഓളം ക്ഷേത്രങ്ങൾക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഇപ്പം DMK പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പം മാറ്റങ്ങൾ അവിടെയും ഹിന്ദുത്വം അറിയാതെ, നമ്മുടെ ഇവിടെ ഹിന്ദുത്വം പിന്നെ CPM-കാർ അറിയാതെ ചിലപ്പം കാവ്യ അണിയുന്ന പോലെ അവിടെയും DMK-യും ചില സമയങ്ങളിൽ അറിയാതെ കാവ്യ അണിയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ ഒരു കാവ്യയുടെ പ്രഭാവം അല്ലെങ്കിൽ ഹിന്ദുവിഷത്തിൻ്റെ പ്രഭാവം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ BJP-യിലേക്ക് നമ്മൾ വരുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ BJP-ക്ക് നിലയുറപ്പിക്കാൻ വലിയ രീതിയിൽ സാധിച്ചില്ല എങ്കിലും അണ്ണാമലയുടെ തോളിലേറി അവർക്ക് ഈ 2% എന്നുള്ള വോട്ട് 11% മുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതെ. പക്ഷേ അണ്ണാമലൈ ഇപ്പോൾ അവരുടെ തലപ്പത്തില്ല. അത് വലിയൊരു മിസ്റ്റേക്കാണ് BJP കാണിച്ചത് എന്നാണ് നമുക്ക് പലപ്പോഴും തോന്നുക. കാരണം BJP ഉദ്ദേശിച്ചത്, BJP എപ്പോഴും ഈ 2 കാര്യങ്ങൾ, ഒന്ന് ലോങ് ടൈം ഒരു കാര്യമുണ്ട്, പിന്നെ ഷോർട്ട് ടൈം ആയിട്ടുള്ള ചില ബെനിഫിറ്റ്സും അവർ നോക്കും. അപ്പോൾ ഷോർട്ട് ടൈം ആയിട്ട് അവർക്ക് ദക്ഷിണേന്ത്യയിൽ ഒരു 39 സീറ്റുകളുള്ള ഒരു സംസ്ഥാനം, പാർലമെൻറ്റിലേക്കുള്ളൊരു സംസ്ഥാനം കളയരുത് എന്നുള്ള ഒരു ചിന്തയിലായിരിക്കാം ഒരു പക്ഷേ എടപ്പാളിയുമായിട്ട് കൂട്ടിച്ചേർന്നുകൊണ്ട് ആ ഒരു മുന്നണി ഒരു പക്ഷേ അടുത്ത ഇലക്ഷനിൽ ഈ 39-ൽ ഒരു പകുതി സീറ്റെങ്കിലും പിടിക്കത്തക്ക വിധത്തിൽ വളർന്നെങ്കിലോ എന്ന ചിന്തയിലേക്ക് AIADMK-യുമായുള്ള സഖ്യം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് BJP അണ്ണാമലയെ മാറ്റി നിർത്തിയത്. അത് പക്ഷേ അല്പം ഒന്ന് പുറകോട്ട് മാറ്റി നിർത്തിയത്. അപ്പോൾ അത് BJP-ക്ക് ദോഷം ചെയ്തു. BJP-യുടെ ഓട്ടത്തിന് ഒരുപാട് കോട്ടം വന്നു. ഒരു റിലേ ഓടുമ്പോൾ നല്ല കാൾ ലോയിസ് ഇങ്ങനെ ഓടി വരുന്നതിനിടയ്ക്ക് അയാളെ സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ വന്ന് ബാറ്റൺ വാങ്ങിച്ചാൽ അത് ചിലപ്പോൾ മുന്നോട്ട് പോയെന്നിരിക്കില്ല. ആ ലാപ്പ് സ്പീഡ് കുറഞ്ഞു പോകും. ഇപ്പോൾ 11 ഏതാണ്ട് 12 അടുപ്പിച്ച് പെർസെൻറ്റേജ് കൊണ്ടുവന്നത് അതുപോലെ അടുത്ത ഇലക്ഷൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 38 എന്നുള്ളത് അപ്പുറം പോകാൻ പറ്റുമെന്ന് സംശയമാണെന്ന് പറഞ്ഞത്. കാരണം 11 എന്ന് പറഞ്ഞാൽ അവർ പിടിച്ചത് 11 അങ്ങനെ നിൽക്കണമെന്നില്ല. അതിൻ്റെ പകുതിയോ ചിലപ്പോൾ 3-4 ആയിട്ട് മാറാം. ചിലപ്പം DMK 38 തന്നെ വീണ്ടും പിടിച്ചാൽ ഇവർ ചിലപ്പോൾ 36 നിന്ന് പോയിക്കൂടായികയുമില്ല. ഇല്ല, കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു വലിയ ലീഡറിൻ്റെ കുറവുണ്ട്. BJP-യിലും ഉണ്ട്, AIADMK-യിലും. BJP-യിൽ പറ്റിയ ആള് സിംഗമായിരുന്നു തെറ്റിയത്. കാരണം അണ്ണാമലൈ ഓളം ഉണ്ടാക്കാൻ മിടുക്കനാണ്. അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന് ഈ സ്റ്റാർഡം, സിനിമാ താരമല്ലെങ്കിലും ഈ സ്റ്റാർഡം എങ്ങനെ ഉണ്ടാക്കണം, സാധാരണക്കാരുടെ ഇടയിൽ ഇടപെട്ടുകൊണ്ട് DMK വെല്ലുവിളിച്ചുകൊണ്ട് വലിയ അഴിമതി കാര്യങ്ങളൊക്കെ പുറത്തു വിട്ടുകൊണ്ട് ആ പോലീസ് ഓഫീസറുടെ സ്റ്റൈലിൽ ചില സമയത്ത് സംസാരിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് ചാട്ടവാറടിച്ച് ചില വേലകളെ സിനിമാ സ്റ്റൈലിലുള്ള വേലകളെ കാണിച്ചുകൊണ്ടൊക്കെ ആ തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ആ പൾസ് അറിഞ്ഞ് നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാമായിരുന്നു. അവിടെ ഒരു തലൈവർ ആയിരിക്കണം. അത് ഇമ്പാക്റ്റ് ചില്ലറയല്ല. സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ 2021-ൽ 2.something ആയിരുന്നത് 24-ലേക്ക് എത്തിയപ്പോൾ 11-ലേക്ക് എത്തിച്ചു. അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ആണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്നാലും ആ ഒരു വോട്ട് ഷെയർ വലിയ കാര്യമാണത്. അതുപോലെ പിടിക്കാനായിട്ട് ഈ നമ്മുടെ സിനിമാ നടനായിരുന്നിട്ട് വിജയകാന്തിന് പോലും അത്രയും പിടിക്കാൻ കഴിഞ്ഞില്ല അതിൽ. പിന്നീടാണ് അദ്ദേഹം 18% കണ്ടൊക്കെ രണ്ടാമത് പിടിച്ചുകൊണ്ട് വന്നത്. അത് ജയലളിതയുമായിട്ട് ചേർന്നപ്പോഴാണ് അദ്ദേഹത്തിന് 18 കിട്ടിയത്. ഒറ്റയ്ക്ക് അദ്ദേഹത്തിന് അത്രയും പിടിക്കാൻ കഴിഞ്ഞില്ല. അതാണ് ആ ഒരു. പക്ഷേ ഇത് ഒറ്റയ്ക്ക് നിന്ന് അവിടെ അതുപോലെ തന്നെ സീമാൻ ഇപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന് ഇതുപോലെ കഴിഞ്ഞില്ല. നാം തമിഴർ കക്ഷി എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ട് അവിടെ. അവർക്കും ഇതുപോലെ അദ്ദേഹം വലിയ തീവ്രവാദിയാണ്. നാഷണലിസത്തിനെതിരും തമിഴ്നാടിൻ്റെ ആ ഒരു ദേശീയത എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നിന്ന് ഭയങ്കര തീവ്രവാദ ശൈലിയിൽ സംസാരിക്കുന്ന ആളൊക്കെയാണ്. അദ്ദേഹത്തിന് പോലും 2010-ൽ പാർട്ടി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ 2024-ലെ ഇലക്ഷനിലാണ് ഏതാണ്ട് 8% ചെല്ലുവാനും വോട്ട് പിടിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതാണ് നമ്മൾ നോക്കുമ്പോൾ DMK-യുടെ അവസ്ഥ. AIADMK സഖ്യത്തിൻ്റെ BJP-യുമായിട്ടുള്ള സഖ്യത്തിൻ്റെ ഒരു സാഹചര്യം ഇപ്പോൾ ഇതാണ്. അവിടെയാണ് നമ്മൾ ഇവിടെ ഒരു കറുത്ത കുതിരയായി കടന്നു വന്ന വിജയിയുടെ പാർട്ടിയെ പരിഗണിക്കേണ്ടത്. തീർച്ചയായിട്ടും
എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാവം എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇനിയിപ്പോൾ ഈ ആൾക്കൂട്ടം വോട്ടായി മാറുമോ ഇല്ലയോ, ഇതൊക്കെയാണ് എല്ലാവരുടെയും അദ്ദേഹത്തിൻ്റെ പ്രഭാവം വലുതാണ്. ഏതാണ്ട് MGRന്റെ ഏകദേശം അടുപ്പിച്ച് ജയലളിതയുടെ ഒപ്പം നിൽക്കുന്ന എന്നൊക്കെ പറയാമെങ്കിലും അദ്ദേഹത്തിന് അവർക്കില്ലാത്ത ഒരു വലിയ ന്യൂനത, അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരു സ്ട്രക്ചറില്ല, ഒരു ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളത്. MGR 80കളിൽ അവിടുന്ന് ചാടിയപ്പം DMKയിലെ കുറേ പേരെയും കൊണ്ട് വന്നത് അതാണ് ഒരു ഫ്രെയിം വർക്കും കൊണ്ടാണ് വന്നത്. DMKയുടെ ഒരു നെറ്റ്വർക്ക് ADMK ഉണ്ടായിരുന്നു. ആ നെറ്റ്വർക്ക് ഈ 234 മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് സ്പ്രെഡ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ എളുപ്പമാണ്. പിന്നെ തൻ്റെ കാരിസ്മയും പ്രസംഗവും ആൾക്കൂട്ടവും മാത്രം മതി. ഈ അതാണ് ഏറ്റവും വലിയ പ്രധാനം. ഈ പൊതു പരിപാടികളിൽ ആൾ കൂടിയോണ്ട് കാര്യമില്ല, ആൾക്കൂട്ടത്തെ വോട്ടായി മാറ്റുന്ന ഒരു ടാക്ടിക്സ് ഉണ്ട്. ഈ ടാക്ടിക്സ് കൂടെ നമുക്ക് പറ്റിയാലേ പറ്റുള്ളൂ. അതാണ് എനിക്ക് തോന്നുന്നു ആ ഒരു പക്വതയില്ലായ്മ അല്ലെങ്കിൽ ആ ഒരു തയ്യാറെടുപ്പില്ലായ്മയാണ് ആ റാലിയിൽ കുറേയേറെ പേരുടെ മരണത്തിനിടയാക്കി സംഭവമാക്കിയത്. തീർച്ചയായിട്ടും അന്ന് ആ സംഭവം നമ്മളെല്ലാവരും കരുതി ഒരു അണ്ണാമലയുടെ ഇടപെടലിനെ തുടർന്ന് BJP TVK സഖ്യത്തിലേക്ക് പോയേക്കുമെന്ന്. കാരണം അതിനു മുമ്പും വിജയ്ക്ക് ഒരു കാര്യം ചെയ്യായിരുന്നു. ആ കരൂർ സംഭവം നടന്നപ്പോൾ ഞാൻ ഇവിടുന്ന് പോവില്ല, പോലീസ് അവിടെ നിന്ന് ഓടിച്ചു പുള്ളിയെ, നിങ്ങൾ പെട്ടെന്ന് പോകോ എന്ന് പറഞ്ഞു. ഞാൻ പോകുന്നില്ല, എൻ്റെ 41 പേരാണ് ഇവിടെ മരിച്ചു കിടക്കുന്നത്, ഞാനിവിടെ കുത്തിയിരിക്കും. അവർക്ക് വേണ്ട ശുശ്രൂഷ ലഭിച്ച് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറൂല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ, ഈ മമതാ മോഡലിൽ ഒരു ഇരിപ്പ് അവിടെ ഇരുന്നിരുന്നെങ്കിൽ വിജയുടെ റോളങ്ങ് മാറി. വിജയെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കാം, പക്ഷെ അറസ്റ്റ് ചെയ്താൽ അതിൻ്റെ അപ്പുറമായന് സ്റ്റാലിൻ ചിലപ്പോൾ ചെന്നൈയിൽ നിന്ന് ഓടേണ്ടി വന്നേനെ. ജനം ഇടിച്ചു കയറും. ആ ഒരു വിഷയം എത്രത്തോളം കത്തിക്കാമായിരുന്നറിയാമോ? 41 മരിച്ചവർക്ക് വേണ്ടി ഞാൻ മലന്ന് കിടക്കുന്നു പറഞ്ഞ് അവിടെ കിടന്നാൽ വരുന്ന ഇമ്പാക്റ്റ് എത്രയെന്നറിയാമോ? നാഷണൽ TV മുഴുവൻ അവിടെ വരും, പ്രാദേശിക TV മുഴുവൻ അവിടെ വരും. വിജയ് അന്ന് മുതൽ തമിഴിൻ്റെ തലൈവറായി മാറും. ഇപ്പോൾ ആ ഒരു ഇമേജ് ഈസി ആയിട്ട് കിട്ടാവുന്ന ഒരു പൊളിറ്റിക്കൽ ടാക്ടിക്സ് ദൈവം കൊണ്ട് കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു സാഹചര്യം കൊടുത്തിട്ട് അത് ഉപയോഗിക്കാൻ. ഇതാണ് പൊളിറ്റീഷ്യൻ്റെ ഒരു കഴിവ്. ഈ നെഗറ്റീവിനെ തൻ്റെ പോസിറ്റീവായിട്ട് എങ്ങനെ മാറ്റാൻ കഴിയും, ഈ ചിന്ത ഉള്ള പൊളിറ്റീഷ്യനെ പൊളിറ്റിക്സിൽ കയറി വരാൻ പറ്റുള്ളൂ, പ്രത്യേകിച്ച് ഇന്ത്യൻ പൊളിറ്റിക്സിൽ. അപ്പോൾ എന്തായാലും ഈ ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുവാൻ വിജയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോഴും അതിനുശേഷവും ആൾക്കൂട്ടമുണ്ട്, അദ്ദേഹത്തോടൊപ്പം തന്നെയുണ്ട്, ഇപ്പോഴും ഉണ്ട്, വലിയ രീതിയിൽ അത് ഉണ്ട്. യുവാക്കളുടെ നല്ലൊരു ശതമാനവും അദ്ദേഹത്തിനൊപ്പം തന്നെയുണ്ട്. പക്ഷെ അത് വെറും ആരാധകരാണ്. ആരാധകരെ എങ്ങനെ തന്നെ പിന്തുണയ്ക്കുന്നവരാക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഈ കണ്ട് ചിരിച്ചു പോകുന്നവരാണ് ആരാധകർ. അവരെ തൻ്റെ സ്ഥിരം പാർട്ടിക്കാരാക്കി എങ്ങനെ നിർത്താൻ കഴിയുന്നു, ഇത് എങ്ങനെ വോട്ടാക്കി മാറ്റാൻ കഴിയുന്നു, അപ്പോഴാണ് ഈ പെർസെൻറ്റേജ് മാറുന്നത്. പക്ഷേ അദ്ദേഹം സംസാരിക്കുന്നത് അഴിമതിക്കെതിരെയാണ്, കെടുകാര്യസ്ഥതയ്ക്കെതിരെയാണ്. ആ ശക്തമായ സംസാരമൊക്കെ തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഇത് അഴിമതി ഡൈനാസ്റ്റി, കറപ്ഷൻ ഡൈനാസ്റ്റി എന്നാണ് സ്റ്റാലിനെ കുറിച്ച് പറയുന്നത്. അതെ, അപ്പം ആ സാധനങ്ങളൊക്കെ കേൾക്കും, കാരണം കറപ്ഷൻ്റെ എലിമെൻ്റ് അവിടെ വലുതായിട്ടുണ്ട്. അതെ, അത് പക്ഷേ എത്രത്തോളം വോട്ട് പിടിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും, അതാണ് നമ്മൾ സംസാരിച്ചത്. എത്ര ശതമാനം വോട്ട് പിടിക്കാൻ സാധിക്കും എന്നുള്ളത് അല്ലെങ്കിൽ ഏത് മുന്നണി തമിഴ്നാട് ഭരിക്കും എന്നുള്ളതിൽ ഒരു ഡിസിസീവ് ഫാക്ടറായി മാറും. അത് ആരുടെ വോട്ടാണ് പിടിക്കുക, അത് ആരുടെ വോട്ടാണ്. അതായത് ഇദ്ദേഹത്തിന് ഇപ്പോൾ പിടിക്കാവുന്ന മാക്സിമം ഇപ്പോൾ വിജയകാന്ത്, അതാണ് പലരും പറയുന്നത്, വിജയകാന്ത് വിചാരിച്ചിട്ട് ആദ്യത്തെ തവണ 10-12% കൂടുതൽ വോട്ട് പിടിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുപോലെ ഇദ്ദേഹത്തിന് അതിൽ കൂടുതൽ കഴിയുമോ? ഇനി ചിലപ്പോൾ ഒരു 15% വോട്ട് പിടിച്ചോ എന്ന് എന്നെ വിചാരിക്കുക. ഏറ്റവും കുറഞ്ഞ 10% ആയിക്കോട്ടെ. 10% ആയാലും ആ 10% ആരിൽ നിന്ന് പോകുന്നു? എക്സാക്ട്ലി, അവിടെയാണ് പ്രശ്നം. ഇതിപ്പോൾ ആൻറ്റി ഇൻകംബൻസി വോട്ടുകൾ കൂടി കുറേ എണ്ണം വിജയ്ക്ക് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ DMKയുടെ ഭാഗ്യമാണത്. ADMK BJP മുന്നണിയിലേക്ക് കിട്ടേണ്ട കുറേ വോട്ടുകൾ ഇപ്പുറത്തേക്ക് പോവില്ലേ എന്നുള്ളതാണ്. അതെ, അവിടെയാണ് സ്റ്റാലിൻ ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ കൊണ്ടുപോയി എന്നാൽ നീ നേടിക്കോ എന്നുള്ള രീതി. അപ്പോൾ വിജയ് 234 സീറ്റിലും മത്സരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയ്ക്ക് 10-20 സീറ്റ് കിട്ടിയേക്കാം. ആ സീറ്റുകൾ ആരുടേതാണ് പോകുന്നത്? ഓക്കെ, അപ്പോൾ സ്റ്റാലിൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് തൻ്റെ സീറ്റ് പോകില്ല, അല്ലെങ്കിൽ തൻ്റെ വോട്ട് ചോരില്ല. തനിക്ക് പലയിടത്തും ഇവരെ തോൽപ്പിക്കാൻ പറ്റും. അതിനുവേണ്ടി അദ്ദേഹം ചില തന്ത്രങ്ങളും BJPയും തോൽപ്പിക്കാൻ പറ്റും. വിജയ് ചിലപ്പം 20 സീറ്റ് പിടിച്ചാൽ അത് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ സീറ്റുകൾ ADMK BJP സഖ്യത്തിൽ നിന്നും സ്റ്റാലിന് പിടിച്ചെടുക്കാൻ പറ്റും. അതാണ് സ്റ്റാലിന് 200-ലേക്ക് എത്താൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഘടകം. അല്ല, അദ്ദേഹം ഇപ്പോൾ ഈ വോട്ട് ചോരാതിരിക്കാൻ, ഈ സാഹചര്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വോട്ട് ചോരാതിരിക്കാനുള്ള തന്ത്രവും പയറ്റുന്നുണ്ടെന്ന്. വളരെ തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്. ഒന്നാമത്തേത് സ്ത്രീകൾക്ക് 5000 രൂപ.
കൊടുത്തു കഴിഞ്ഞു. അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് പൊളിറ്റിക്കൽ വോട്ടല്ല തമിഴ്നാട്ടിലെ പല സ്ത്രീകളുടെ. കേരളത്തിലെ സ്ത്രീകൾക്കും പൊളിറ്റിക്കൽ വോട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുടുംബശ്രീയൊക്കെ വന്ന് എല്ലാവരെയും രാഷ്ട്രീയവൽക്കരിച്ച് സ്ത്രീകൾ പോലും പുരുഷനെ പോലെ സംസാരിക്കുന്ന രീതിയിലാണ്. മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ തെറ്റിന് വേണ്ടി അനുകൂലിച്ച് നിൽക്കുന്ന സ്ത്രീകളെ നമ്മൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കാണുക, അല്ലേ? പീഡനം പോലും, ചെറിയ പീഡനം എന്ന് പറയുന്ന സ്ത്രീകളുള്ള രാജ്യം കേരളമേ എനിക്ക് തോന്നുന്നുള്ളൂ. ഒരു സംസ്ഥാനം കേരളമേ കാണുള്ളൂ. ബാക്കിയുള്ളിടത്തൊന്നും ഇതുപോലെ 28 സംസ്ഥാനങ്ങളിൽ ഒരിടത്തും ഒരു സ്ത്രീയും അങ്ങനെ പറയില്ല പീഡനത്തെ ലഘുപീഡനമെന്ന്. കാരണം അത് ഇവിടെ അങ്ങനെ അവരുടെ ബ്രെയിൻ അങ്ങനെ ആക്കി കഴിഞ്ഞു, രാഷ്ട്രീയമാക്കി അവരെ ഇങ്ങനെ തിരിച്ചു കളഞ്ഞു. അപ്പോൾ പക്ഷേ തമിഴ്നാട്ടിലെ സ്ത്രീകൾ അങ്ങനെയല്ല. അവരപ്പോഴപ്പോഴും കിട്ടുന്ന ചെറിയ ആനുകൂല്യങ്ങൾ, തരുന്ന ഫേവറുകൾ, ഫ്രീബീസുകളിൽ വീഴാം. കോടതി ഇന്ന് വളരെ ശക്തമായി വിമർശിച്ചു. അതെ, അത് ഒരു BJP അഡ്വക്കേറ്റ് തന്നെ അവിടെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രീബീസ് അവസാനിപ്പിക്കണം, അതിന് സുപ്രീം കോടതി ഒരു ഓർഡർ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മിക്കവാറും വരും. സുപ്രീം കോടതി തന്നെയാണ് വളരെ രൂക്ഷമായി വിമർശിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് ഇങ്ങനെ ഫ്രീബീസ് കൊടുക്കുന്നു, ജനങ്ങളെ മടിയന്മാരാക്കുകയാണ്. സുപ്രീം കോടതി ഇതിനൊരു വിലങ്ങിടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് ശരിയാവില്ല. കാരണം ഇപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ BJP അത് അനുകൂലിക്കും. പക്ഷേ AIADMKയും വലിയ ഓഫേഴ്സാണ് കൊടുക്കുന്നത്. അതെ, ഫ്രീ ബൈക്ക്, ഫ്രീ ഗ്യാസ് കുറ്റി, 3 ഗ്യാസ് കുറ്റി, അല്ലേ, ബൈക്ക് എല്ലാമായിട്ട് വലിയ ഓഫർ. ഇത് അവസാനം ഖജനാവ് കാണില്ല. ഈ ഖജനാവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പോക്കറ്റിൽ നിന്ന് അവിടെ ഇടുന്നതല്ലേ ഈ ഖജനാവ്. ഇത് ആൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഈ ഇതിനെ ഫ്രീബീസിനെ ആളുകൾ തലവലിക്കുന്നത്. അങ്ങോട്ട് എത്ര ഇട്ടിട്ടുണ്ടോ അതിന്റെ ഒരു ചെറിയ അംശമാണ് നമുക്ക് തരുന്നത്. ശ്രീലങ്കയിൽ നടന്നതിൽ നിന്നും പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. എത്രയോ സ്ഥലത്ത് ഫ്രീബീസ് കൊടുത്തടത്ത് ജനങ്ങൾ തെരുവിൽ ഇറങ്ങേണ്ട അവസ്ഥ വന്നു. രാഷ്ട്രീയക്കാരെ ഓടിച്ചിട്ട് തല്ലേണ്ട അവസ്ഥ വന്നു. കാരണം ഭരണം നടത്താൻ റോഡില്ല, വൈദ്യുതി ഇല്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, ഇന്ധനമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ തെരുവിലിറങ്ങേണ്ട. വീടുണ്ട്, നല്ല വീടുണ്ട്, കാറുണ്ട്, പക്ഷേ നമുക്ക് കാറിൽ ഒഴിക്കാൻ പെട്രോളില്ല, റോഡിലോട്ട് ഇറങ്ങാൻ സൗകര്യങ്ങളില്ല. ഇങ്ങനെ ആയിപ്പോവും. അതാണ് ഫ്രീബീസിൻ്റെ ഒരു ദോഷം. അപ്പോൾ എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം അത്തരത്തിൽ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. കലങ്ങി മറിഞ്ഞു എന്ന് മാത്രമല്ല, ഇത് ആർക്കും നിർവചിക്കാൻ പറ്റാതെ, കണക്കുകൂട്ടലുകളിൽ വിദഗ്ധനായ സ്റ്റാലിന് പോലും നിർവചിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ആളില്ലാ പാർട്ടിയായ വിജയകാന്തിൻ്റെ പാർട്ടിയെ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രം ഇപ്പോൾ കൂടെയുള്ള പാർട്ടിയെ ഇങ്ങോട്ട് എടുക്കാൻ പ്രേമലത, വിജയകാന്ത് അവരുടെ പ്രഭാവത്തിൽ ഇനി എന്ത് കിട്ടുമെന്നുള്ളത് നോക്കിക്കൊണ്ട് എടുക്കാനുള്ള കാരണം അതാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, തമിഴ്നാട് രാഷ്ട്രീയത്തിന് ഒരു വലിയ മാറ്റം 67-ന് ശേഷം. 67-ൽ ദേശീയത അവിടുന്ന് മാറിപ്പോലെ ദേശീയത വീണ്ടും തിരിച്ചു വരുന്നത്. ഇപ്പോൾ കോൺഗ്രസും ചില ശക്തമായ നിർദ്ദേശങ്ങൾ വയ്ക്കുന്നു, BJPയും അതുപോലെ ശക്തമായൊരു മുന്നണിയിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ദേശീയത വീണ്ടും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തിരിച്ചു വരുന്നോ എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. മുദ്രാവാക്യം അതിന് ദ്രാവിഡിയൻ മുന്നേറ്റത്തിനെ ഇനി ദ്രാവിഡിയ ഹിന്ദുത്വ മുന്നേറ്റമാക്കി BJPയും കൊണ്ടുവരുന്നു. അതിന് ചില സന്ദർഭങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ചില ഫ്രീബീസ്, ചെറിയ ആനുകൂല്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് DMKയും അതിന് തയ്യാറാകുന്നു എന്നുള്ളതാണ്. സനാതന ധർമ്മം, ക്യാൻസർ പോലെയും എന്നൊക്കെ പറഞ്ഞ നേതാക്കളാണ് അവിടെ. ആ നേതാക്കളുള്ള പ്ലേഗ് പോലെയൊക്കെ എന്ന് പറഞ്ഞ നേതാക്കളുള്ള സ്റ്റാലിൻ്റെ മകൻ തന്നെയാണ് അത് പറഞ്ഞത്. അതെ, ഉദയനിധി സ്റ്റാലിനാണ് അത് പറഞ്ഞത്. അതിൻ്റെ ക്ഷീണം അവർക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പം അതിനെ തിരുത്താനായിട്ട് പലതും അവർ ചെയ്തു തുടങ്ങി. അപ്പം ഹിന്ദുത്വ അറിയാതെ അവിടെ പലരും കൊണ്ടുവരികയാണ്. ഈ കൊണ്ടുവരുന്നതിൻ്റെ കുഴപ്പം എന്താണെന്നറിയാമോ? ഇത് BJPക്ക് വളമായി മാറും. കാരണം BJP നടാൻ ഉദ്ദേശിച്ച മരം ഇവർ തന്നെ നടുകയാണ്. ഓക്കെ, എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം ആകെ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. DMKക്ക് ഭരണ തുടർച്ച നേടാൻ സാധിക്കുമോ എന്നുള്ള കാര്യം ഒരു കാരണവശാലും ഉറപ്പിച്ച് പറയാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഈവൻ സ്റ്റാലിന് പോലും. അദ്ദേഹം തൻ്റെ സിംഹാസനം ഇളകിയാടുന്നത് അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിജയകാന്തിൻ്റെ പാർട്ടിയെ സ്വന്തം പാളയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു. മറുവശത്തേക്ക് നോക്കുമ്പോൾ AIADMKയ്ക്കും BJPക്കും ഒരു സഖ്യമുണ്ടാക്കാൻ സാധിച്ചുവെങ്കിൽ തന്നെയും അവർക്ക് കരുത്തനായ ഒരു നേതാവിനെ മുൻനിർത്തി പോരാട്ടത്തിനിറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളൊരു തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോയിന്റ് തന്നെയാണ്. ഇനി ഇവിടുത്തെ എക്സ് ഫാക്ടർ വിജയ് വലിയ ആൾക്കൂട്ടവുമായി നിലയുറപ്പിച്ചിരിക്കുന്നു, ശക്തമായി മുന്നോട്ട് പോകുന്നതിൻ്റെ പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ ആൾക്കൂട്ടം വോട്ടായി മാറ്റുവാൻ വിജയ്ക്ക് സാധിക്കുമോ? അതിനെ ആശ്രയിച്ചിരിക്കും തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട്. വരുന്ന 5 വർഷം അവിടെ ആര് ഭരിക്കും എന്നുള്ള തീരുമാനം അതിലടങ്ങിയിരിക്കുന്നു. വളരെയധികം നന്ദി സാർ, ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.